ചേട്ടാ നമസ്കാരം. നമസ്കാരം. പുതിയ ബി.ജെ.പി പ്രസിഡന്റിനെ, ദേശീയ അധ്യക്ഷനെ ഏത് നിമിഷം വേണമെങ്കിലും പ്രഖ്യാപിക്കാം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അവർക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആദ്യമായി ബി.ജെ.പി ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള ആ പ്രോസസ്സിന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. RSSുമായി കൂടിയാലോചിക്കുമെന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. RSSന് കൂടെ ഇഷ്ടപ്പെടുന്ന ഒരാളെ മാത്രമേ അധ്യക്ഷനാക്കുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും 3 പേരുടെ പേരാണ് ഇപ്പോ മുഴങ്ങി കേൾക്കുന്നത്. കേന്ദ്ര ഊർജ മന്ത്രി മനോഹർ ലാൽ ഖട്ടാറിന്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറയുന്നുണ്ട്. ഇതിനു പുറമെ മോദി സർക്കാരിലെ മന്ത്രിമാരായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ്, ഈ 2 പേരുടെ പേരും കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ RSSനും മോദിക്കും സ്പെഷ്യൽ ആയിട്ടുള്ളത് ഖട്ടാറാണ്. അപ്പൊ ഈ പുള്ളിയുടെ ആയിരിക്കാം ഒരു 50% നമുക്ക് ആയിരിക്കാം എന്നൊക്കെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോ അധ്യക്ഷൻ ആരാണെന്നുള്ള പേര് വരുമ്പോൾ നമുക്കറിയാലോ, ഡൽഹി തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ആരായിരിക്കും നമ്മൾ എന്തോരം ചർച്ച നടത്തിയത്. ഇവിടെയുള്ള മാധ്യമങ്ങൾ തലകുത്തി നിന്നിട്ട് അറിയാൻ സാധിച്ചു. മറ്റേ കെജ്രിവാളിനെ ഡൽഹി നോർത്തിൽ നിന്ന് തോപ്പിച്ച പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. ആ പുള്ളി ആയിരിക്കും എന്ന് ഒരാൾ പറയുന്നു, സ്മൃതി ഇറാനി ആയിരിക്കും എന്ന് പറയുന്നു. സ്മൃതി ഇറാനി അല്ല, സുഷമാ സ്വരാജിന്റെ മോളെയാണ് ഇവര് നോക്കുന്നത്. കാരണം അവിടെ അങ്ങനെ ഒരു ഉണ്ട് എന്ന് പറയുന്നു. അവസാനം എന്തായി? പവനായി, ശവമായി. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ ബി.ജെ.പിയുടെ നടക്കുന്നത്. ഇനിയിപ്പോ നമ്മളെ പറഞ്ഞത് ദേശീയ അധ്യക്ഷൻ ഇവിടെ നിന്നായിരിക്കും വരുന്നത്, നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിന്നായിരിക്കും വരുന്നത്, അണ്ണാമല ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോ ഇതിനെല്ലാത്തിനും അവസാനം നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഈ സാധനങ്ങളെല്ലാം ഫിൽട്ടർ ചെയ്തെടുത്ത് ഒരു 3 പേര് ഇപ്പൊ പുറത്തു വിട്ടിട്ടുണ്ട്. 3 നെയിംസ്. ആ 3 നെയിംസ് ആണ് ഇത്: ഭൂപേന്ദ്ര യാദവ്, പിന്നെ നമ്മുടെ ഖട്ടാറിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. RSSും പറയുന്നു, ഇവരെല്ലാം നേരിട്ട് കണ്ടതുപോലെയാണ് കേട്ടോ പറയുന്നത്. RSS പറയുന്നത് ഖട്ടാർ നമ്മുടെ പയ്യനല്ലേ, അവനായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. എന്താ തോന്നുന്നത്? ഇത് നമ്മുടെ രാജ്യത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് ജനാധിപത്യ രീതിയിലാണെന്ന് പറയും. പക്ഷെ ഇതും ബി.ജെ.പിയുടെ എല്ലാം ജനാധിപത്യ രീതിയിൽ തന്നെയാണ്. പക്ഷെ സുതാര്യമാണോ എന്ന് വെച്ചാൽ സുതാര്യമല്ല. അത് കേഡർ പാർട്ടിയുടെ ഒരു പൊതു സ്വഭാവമാണ്. CPM-ന്റെയും ബി.ജെ.പിയുടെ ഒക്കെ അറിയാം നമുക്ക്. അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറിയെയും സ്റ്റേറ്റ് സെക്രട്ടറിയെയും ഒക്കെ തെരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു രഹസ്യാത്മക അവര് അവസാന നിമിഷം വരെ കൊണ്ടുപോകാറുണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന്റെ റൂള് തന്നെ അവരുടെ ഇപ്പോഴത്തെ നിലവിലത്തെ സംഘടനാ സംവിധാനം അനുസരിച്ച് രാജ്യത്തെ 30 സംസ്ഥാനങ്ങളാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് അവരുടെ സംസ്ഥാന അധ്യക്ഷന്മാരാകുന്നത്. അപ്പൊ അതിൽ 19 സ്റ്റേറ്റിന്റെ അധ്യക്ഷന്മാരായി കഴിഞ്ഞ ഉടൻ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത്. ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ കേരളത്തിൽ അവരുടെ സംഘടനാ സംവിധാനത്തിൽ പുതിയ ആളുകൾ വരും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മാത്രമാണുള്ളത്. അദ്ദേഹത്തിന് താഴെ വരുന്നവരെ ഇതിന് ശേഷമാണ് പ്രഖ്യാപിക്കുക. അപ്പോ ധനുഷ്, ഇന്നിപ്പോ RSS പറഞ്ഞത് ഖട്ടാർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്, ഇന്നലെ ഏഷ്യാനെറ്റിൽ ബ്രേക്ക് ചെയ്തൊരു വാർത്ത ഉണ്ടായിരുന്നു. യോഗി ആദിത്യനാഥിനെ RSS നാമനിർദ്ദേശം ചെയ്തു പ്രസിഡന്റ് പദവിയിലേക്ക്. RSSന് താല്പര്യം യോഗയാണെന്ന് പറയുന്നത് പ്രശാന്ത് രഘുവംശത്തിന്റെ ഒരു ലൈവ് റിപ്പോർട്ടിംഗ് അടക്കം ഏഷ്യാനെറ്റ് ഞാൻ ആ വാർത്ത കണ്ടു. അപ്പോ പാർട്ടി ബി.ജെ.പി ആയതുകൊണ്ട് നമുക്ക് ഇത് ആര് വരുമെന്ന് നമുക്ക് ഒരു തിട്ടവും പിടുത്തവും ഇല്ല. കാരണം അങ്ങേയറ്റം അവസാന നിമിഷം വരെ അതിന്റെ ഒരു രഹസ്യം ചോരാത്ത തലത്തിൽ 3-4 തലങ്ങളായിട്ടാണ് ഇതിന്റെ ചർച്ചകൾ നടക്കുന്നത്. RSSുമായിട്ട് ഇവർ നടക്കുന്ന ചർച്ച ഒരു തലത്തിലാണെങ്കിൽ ഇതിന്റെ അവസാനത്തെ കണ്ണിയിലേക്ക് പോകുമ്പോൾ മോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ എന്നിവരായിരുന്നു ഇന്നലത്തെ ഒരു ചർച്ചയാണ്. അപ്പൊ ഇത് വിവിധ ഘട്ടങ്ങളായിട്ടാണ്. ഈ വിവിധ ഘട്ടങ്ങളിൽ ചർച്ച നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ രഹസ്യങ്ങൾ ചോരാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ ഒരു 4 പേരോട് പറയുന്ന കണ്ടന്റ് ആയിരിക്കില്ല അടുത്ത 4 പേര് ചർച്ച ചെയ്യുന്നത്. അടുത്ത 4 പേര് മറ്റൊന്നായിരിക്കും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് പോലും ഒരു വ്യക്തത ഒന്നിനും ഉണ്ടാകില്ല. മറ്റൊന്ന്, ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ പോലും അവർക്കിപ്പോൾ 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ എത്തണം, രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രധാനമന്ത്രി വന്ന് കാണണം എന്ന് പറയുന്നത് പോലും മാധ്യമങ്ങൾക്ക് ആ വാർത്ത നൽകിയ അയാൾ മന്ത്രിയാകില്ല. അങ്ങനെ ഒരു രീതി തന്നെ ഇതിനകത്തുണ്ട്. അതായത് ഇപ്പൊ മന്ത്രിയാകും എന്നൊരു ദിവസം തലേദിവസം രാത്രി വിളിച്ച് പറയുകയായിരിക്കും, രാവിലെ തന്നെ നിങ്ങൾ റെഡി ആയിക്കോ, നിങ്ങൾ കേന്ദ്രമന്ത്രിയാണ്, രാവിലെ നിങ്ങൾ ചാർജ് എടുക്കാൻ വരണം, സത്യപ്രതിജ്ഞയ്ക്ക് വരണം എന്ന് പറഞ്ഞാൽ ഇത് ഈ വ്യക്തിക്ക് മാത്രമേ ഇത് അറിയൂ. കാരണം ഈ വാർത്ത ലീക്ക് ചെയ്താൽ പിന്നെ അയാൾ മന്ത്രിയല്ല. കാരണം അത് സൂക്ഷിക്കാൻ കഴിയില്ലാത്ത മന്ത്രിയല്ല. അതാണ് അതിന്റെ അവസ്ഥ. ഈ രീതിയാണ് ഇവർ പിന്തുടരുന്നത്. അതൊരു രീതിയാണ്. നമുക്കറിയാം കേരളത്തില് സാധാരണഗതിയിൽ രഹസ്യം സൂക്ഷിക്കാൻ കഴിയില്ലാത്ത സുരേഷ് ഗോപി പോലും ആ രഹസ്യം ഒരു പരിധി വരെയൊക്കെ പിടിച്ചു വെച്ചു. മാധ്യമങ്ങൾ തിളങ്ങും പലങ്ങും ഒക്കെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ കുത്തി ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞില്ല. എന്തോ പുള്ളി പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പുള്ളി അവിടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും ഇങ്ങനെയാണ് അവരുടെ ഒരു രീതി പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ മുതൽ പറഞ്ഞു കേട്ടിരുന്ന പേരുകളൊക്കെ തന്നെയാണ് ഇപ്പൊ ധനുഷ് പറഞ്ഞിരുന്നത്. അതിനകത്ത്
നമ്മൾ കേട്ടിരുന്ന പേരുകളൊക്കെ ഈ പറഞ്ഞത് ഈ അല്ലാതെ ശിവരാജ് സിംഗ് ചൗഹാന്റെ പേര് പരാമർശിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ പേര് ഇതിലേക്ക് മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് RSSന്റെയും മറ്റും ഭാഗത്തു നിന്ന് വരുന്ന ചില സ്റ്റേറ്റ്മെന്റുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് നാഗപ്പൂരില് ശ്രീ നരേന്ദ്രമോദി നാഗപ്പൂർ RSS കാര്യാലയം സന്ദർശിച്ച വേളയിലാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരാളാകണം, OBCക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. കാരണം നിലവിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ പ്രധാനമന്ത്രി OBC വിഭാഗത്തിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്ന ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്ന് വരുന്നതാണ്, അപ്പർ ക്ലാസ് ആണ്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് OBCക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന രീതിയിലേക്ക് മാറണം എന്നൊരു അഭിപ്രായം. അത് RSS പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ പുറത്തു വരുന്നുണ്ട്. പിന്നെ ദക്ഷിണേന്ത്യക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് പറയും. ഈ ദക്ഷിണേന്ത്യയിൽ അണ്ണാമല വരും എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് അമിത്ഷായും രാജ്നാഥ് സിംഗ് മോദിയും എല്ലാം നിരന്തരം തമിഴ്നാട്ടിലെത്തുകയും അണ്ണാമലയെ വാനോളം പോയി. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് BJPയുടെ കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ പരസ്യമായ ഒരു സംസ്ഥാന അധ്യക്ഷനെ പുകഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അത് ശ്രീ അണ്ണാമലയെ മാത്രമാണ്. അദ്ദേഹത്തെയാണ് പരസ്യമായ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അണ്ണാമലയാണ് സർവവും, അണ്ണാമല ഇല്ലെങ്കിൽ ഞങ്ങളില്ല തമിഴ്നാട്ടിൽ എന്നൊക്കെ രീതിയിൽ പ്രശംസിച്ചിട്ടുള്ള വേറെ ഒരു സംസ്ഥാന അധ്യക്ഷനെ അങ്ങനെ പ്രശംസിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരികയും രാജ്നാഥ് സിംഗ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ തമിഴ്നാട്ടിൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി വരാൻ പോകുന്ന ഒരു പ്രധാനമന്ത്രി സൗത്ത് ഇന്ത്യയിൽ നിന്നായിരിക്കും, ഈ തമിഴ്നാട്ടിൽ നിന്നായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഈയൊക്കെ ഒരു സാഹചര്യം, ഇങ്ങനത്തെ ഒരു സാഹചര്യം, പിന്നെ യുവത്വം, OBC, ഈ രണ്ട് സാഹചര്യങ്ങൾ കൂടി നോക്കുമ്പോൾ അണ്ണാമലയുടെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതായത് ദക്ഷിണേന്ത്യക്കാരൻ എന്ന നിലയിൽ, OBCക്കാരൻ എന്ന നിലയിൽ, ഒപ്പം തന്നെ എന്താ പറയുന്നത് ഈ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു യൂത്ത് എന്ന നിലയിൽ, ഈ മൂന്ന് നിലയിലും അതിനകത്ത് ആ ഒരു കാറ്റഗറിയിൽ അണ്ണാമലയാണ്. അണ്ണാമലയ്ക്ക് ബദലായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇനി രണ്ടാമത് യോഗി വരുമോ എന്ന് വെച്ചാൽ അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഏഷ്യാനെറ്റ് അങ്ങനെ പറയുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരമായിരിക്കാം. ഏതായാലും ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം യോഗിക്ക് ഒരു സംഘടനാ സംവിധാനം ചലിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് വെച്ചാൽ അതിന് സാധ്യതയില്ല. കാരണം രണ്ടു തരം നേതാക്കളാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാകുക. ഒന്ന് സംഘടനാ സംവിധാനം ചലിപ്പിക്കാൻ കഴിവുള്ള നേതാവ്. ഇപ്പൊ അമിത്ഷായെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം സംഘടനാ സംവിധാനം ചലിപ്പിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് വെച്ചാൽ അവരുടെ പ്രചരണ മുഖമാണ്. ഇപ്പൊ നരേന്ദ്രമോദിയെ പോലുള്ളവർ പ്രചരണ ആയുധങ്ങളാണ്. അവര് രംഗത്തിറങ്ങുന്നത് പ്രചരണത്തിന് വേണ്ടിയിട്ട്, അതായത് ജനങ്ങളെ ആകർഷിക്കാൻ, ക്രൗഡ് പുള്ളറാണ്, ജനങ്ങളെ ആകർഷിക്കാനും അവരെ പിടിച്ചിരുത്താനും ഇല്ലെങ്കിൽ അവരിലേക്ക് തങ്ങളുടെ ആശയം പ്രസരിപ്പിക്കാനും കഴിവുള്ള നേതാക്കൾ. അങ്ങനെ രണ്ടു തരം നേതാക്കന്മാരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ളത്. അപ്പം അധ്യക്ഷൻ ഒരു നല്ല പ്രാസംഗികനാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അധ്യക്ഷന്റെ മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനയെ ചലിപ്പിക്കുക, മുക്കും മൂലയിലും സംഘടനയെ ചലിപ്പിക്കുക. അങ്ങനെ നോക്കുമ്പോഴത്തേനും യോഗി ആദിത്യനാഥിന് അത് എത്രത്തോളം പ്രാപ്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം നിലവിൽ അദ്ദേഹം UPയുടെ മുഖ്യമന്ത്രിയാണ്. അതുമാത്രവുമല്ല അദ്ദേഹം ഗോരഖ്നാഥ് ക്ഷേത്രത്തിന്റെ മഠത്തിന്റെ അധിപനാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ. അത് മാത്രവുമല്ല അദ്ദേഹം സംഘടനാ സംവിധാന രംഗത്തേക്ക് ഈ ബേസിക്കലി RSSന്റെ ശാഖയിലൂടെ അങ്ങനെ വന്നതല്ല. അദ്ദേഹത്തിന് മറ്റൊരു സംഘടന, ഹൈന്ദവ സംഘടന തന്നെ ആയിരുന്നു. അങ്ങനെ ഒരു സംഘടനയിൽ കൂടെ വന്ന് ആ ഒരു സിസ്റ്റത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം അതുമായി കുറച്ചൊക്കെ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു ഇതുണ്ട്. അപ്പൊ അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഇനി മൂന്നാമത് ഇപ്പോൾ മനോഹർലാൽ ഖട്ടാറിന്റെ കാര്യമാണ്. ഖട്ടാർ RSSനെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവൻ തന്നെയാണ്, RSSന്റെ പ്രചാരകനായിരുന്നു. പക്ഷെ ഖട്ടാറും ഈ കേന്ദ്ര BJP നേതൃത്വം തമ്മിൽ, പ്രത്യേകിച്ച് BJP അമിത്ഷാ ഒരു കൂട്ടുകെട്ടും അത്ര വലിയ സുഖത്തിലായിരുന്നില്ല തുടക്കം മുതൽ തന്നെ. പിന്നീട് ഖട്ടാറിന് മുഖ്യമന്ത്രി പദം ഒഴിയേണ്ട ഒരു സാഹചര്യം കൂടി വന്നിരുന്നു. എന്തുകൊണ്ടാണ് അത് ഒഴിയേണ്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറെ ഗ്രൂപ്പിസം കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ വീണ്ടും ദേശീയ അധ്യക്ഷനാക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യതകൾ കുറവാണ്. പിന്നുള്ളത് ശിവരാജ് സിംഗ് ചൗഹാനാണ്. അദ്ദേഹം വളരെ മികച്ച ഒരു സംഘാടകനാണ്. അദ്ദേഹത്തെ മുൻപും പ്രധാനമന്ത്രി പദത്തിലേക്ക് പോലും BJP ആലോചിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അനാരോഗ്യം ഇപ്പോഴും പ്രശ്നമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ, അദ്ദേഹം മുട്ടിലെ ശസ്ത്രക്രിയയായി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മികച്ച ഒരു സംഘാടകനാണ്. കൃത്യമായി തന്നെ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ നടത്താൻ കപ്പാസിറ്റി ഉള്ള ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ധർമ്മേന്ദ്ര പ്രധാൻ നല്ല ഒരു നേതാവ് തന്നെയാണ്, മന്ത്രി തന്നെയാണ്. അദ്ദേഹമാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ വിദ്യാഭ്യാസ നയത്തിന്റെ ഒരു ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവും മികച്ച സംഘാടകനാണ്. സംഘടനയെ ചലിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. അങ്ങനെ ഉള്ള ഒരു ഇതാണ്. ഇതിലിപ്പോ യോഗിയുടെയും ഖട്ടാറിന്റെയും കാര്യത്തിൽ മാത്രമാണ് നമുക്ക് അല്പം ഒരു സംശയം നിലനിൽക്കുന്നത്. കാരണം ഒരു സ്ഥലത്ത് ഗ്രൂപ്പ് ഇസത്തിന്റെ ഭാഗമായി നിന്ന് മനോഹർലാൽ ഖട്ടാർ വീണ്ടും ഒരു ദേശീയ അധ്യക്ഷനായിട്ട് വരുമ്പോൾ അങ്ങനെ കൊണ്ടുവരുമെന്നൊരു സംശയമുണ്ട് അവിടെ, നിലനിൽക്കുന്നുണ്ട്. പിന്നെ യോഗി ആദിത്യനാഥ് വന്നാൽ യോഗി ആദിത്യനാഥ് ഈ പ്രചരണത്തിന്റെ മുഖമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ രണ്ടു തരം നേതാക്കളുണ്ടെന്ന്. യോഗി ആദിത്യനാഥ് പ്രചരണ മുഖമാണ്, അല്ലാതെ സംഘടനാ മുഖമല്ല.
സംഘടന ചലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായി തന്നെ ബൂത്ത് തലം മുതൽ അവരുടെ ദേശീയ തലം വരെയുള്ള സംവിധാനങ്ങളെ ഈ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് ചലിപ്പിക്കുന്നതാണ് പാർട്ടിക്ക് വിജയം സമ്മാനിക്കുന്നത്. കൃത്യമായുള്ള മീറ്റിങ്ങുകൾ, കൃത്യമായുള്ള യോഗങ്ങൾ, കൃത്യമായുള്ള ജനസമ്പർക്കം, ഇതെല്ലാം. പക്ഷെ നേരെ മറിച്ച് യോഗി മോദിയെ പോലെ തന്നെ ഒരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ഒരു നേതാവാണ്. അതായത് പ്രചരണമുഖമാണ്. പ്രചരണ വിഭാഗത്തിൽ ഇപ്പൊ കേരളത്തില് ദേശീയ തലത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ നേതാക്കന്മാർ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാദ്യം പറയുന്നത് മോദി, പിന്നെ പറയുന്നത് അമിത്ഷായുടെ പേര് പറയാറില്ല, പറയുന്നത് യോഗി വരണം, പിന്നെ പറയുന്ന ആരാണ്, അണ്ണാമലൈ വരണം, ഇങ്ങനെയുള്ളവരുടെ പേരുകളാണ് പറയുന്നത്. എന്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ വരണമെന്ന് പറയുന്നില്ല, അമിത്ഷാ വരണമെന്ന് അവർ പറയുന്നില്ല? നേരെ മറിച്ച് പറഞ്ഞ മനോഹർ ഖട്ടാർ വരണമെന്ന് ആരെങ്കിലും പറഞ്ഞത് കേരളത്തിൽ ആരെങ്കിലും പറയൂ? മനോഹർ ഖട്ടാർ വന്നാൽ മതി നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ. ഇപ്പൊ അണ്ണാമലയെ വിളിക്കുന്നുണ്ട്. കേരളത്തിലൊക്കെ ഉള്ള ചില പരിപാടിക്ക് BJP-ക്കാർക്ക് അണ്ണാമലൈ അവർ കൊണ്ടിരുന്നു. അപ്പൊ ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള നേതാക്കൾ പ്രചരണ മുഖമാണ് അവർ. പക്ഷെ മികച്ച സംഘാടകരല്ല. പക്ഷെ അണ്ണാമലയെ സംബന്ധിച്ച് അദ്ദേഹം മികച്ച സംഘാടകനും കൂടിയാണ്. അദ്ദേഹം മികച്ച സംഘാടകനും ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ജനങ്ങളെ എന്താണ് ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്രാസംഗികൻ കൂടെയാണ്. അദ്ദേഹത്തിന്റെ ഒരു തമിഴ് സ്റ്റൈലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി നാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ ആ ഒരു സ്റ്റൈൽ അവിടെ നടക്കില്ല. അവിടെ കുറച്ചുകൂടി വേറൊരു തലം കണ്ടെത്തേണ്ടതായിട്ട് വരും. അല്ല, ഞാനൊരു കൗതുകത്തിന് വേണ്ടി ഒരു കാര്യം ചോദിക്കട്ടെ. അത് സാധ്യമാവില്ല എന്ന് എനിക്കറിയാം, എങ്കിലും വെറുതെ കൗതുകത്തിന് വേണ്ടി ചോദിക്കുക. ഈ ദക്ഷിണേന്ത്യയിൽ BJP-ക്ക് കടന്നു കയറാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് ഇവിടെ പല മാധ്യമങ്ങളും പറയുന്നുണ്ട്. പലപ്പോഴും BJP തന്നെ അത് എന്താ മൗനം സമ്മതം എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് പല സംസ്ഥാനങ്ങളാണെങ്കിൽ പോലും BJP-ക്ക് ഒരു അധ്യക്ഷനല്ല ഉള്ളത്. പല സംസ്ഥാനങ്ങളിലും ഇപ്പൊ പറഞ്ഞു 28 സംസ്ഥാനങ്ങളാണ് ഉള്ളതെങ്കിലും 30 ആയിട്ട് BJP അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ സംഘടനാ സെറ്റപ്പ് വെച്ചിട്ടെന്ന് പറയുന്നു. എന്തുകൊണ്ട് ഇവർക്ക് 2 ദേശീയ അധ്യക്ഷന്മാരെ കൊണ്ടുവന്നൂടാ? കൗതുകത്തിന് ചോദിക്കുകയാണ്. ഈ ദക്ഷിണേന്ത്യയിൽ ഒരാള്, ഉത്തരേന്ത്യയിൽ ഒരാള്. ദക്ഷിണേന്ത്യയിൽ എങ്ങനെയാണെങ്കിൽ ഒരാൾ നോക്കട്ടെ, അത് 4 സംസ്ഥാനങ്ങളല്ലേ ഉള്ളൂ. അത് നല്ലൊരു ആശയമാണ്. കാരണം അവരിപ്പോ തന്നെ ഈ 28 സംസ്ഥാനം 30 ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വിഘടനവാദത്തിന് ഒരു ആക്കം കൂടും എന്നുള്ളത് കൊണ്ടാണ് അവരിത് കൊണ്ടുവരാത്തത്. കാരണം ഇപ്പൊ വരുന്ന ആൾക്കാർ, ഈ സംസ്ഥാന അധ്യക്ഷന്മാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമിത്ഷാ ആയിരുന്നാലും ഇവിടെയുള്ള സ്റ്റാലിൻ, ഞാൻ അതിനെ കാണുന്നത് അങ്ങനെയാണ്. ഇവിടെയുള്ള സ്റ്റാലിൻ, അമിത്ഷാ വരുമ്പോഴും സ്റ്റാലിന്റെ വിചാരവും തമിഴ്നാട്ടുകാരുടെ വിചാരവും ഇതാ ഒരു ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഹിന്ദി മാത്രം സംസാരിക്കുന്ന രാജാന് ബാഹുവായിട്ടുള്ള ഒരാൾ വരുന്നു, ഇയാൾക്ക് എന്തറിയാം ദ്രാവിഡ സംസ്കാരത്തെ കുറിച്ച് എന്നുള്ള. ദക്ഷിണേന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ ഇഡലിയും സാമ്പാറും തിന്നുന്ന ഒരാൾ പ്രചാരകനാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആവട്ടെ, അണ്ണാമലൈ ആവട്ടെ, 4 സംസ്ഥാനങ്ങൾ, 5 സംസ്ഥാനം, ഗോവ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങൾ, ഈ 5 സംസ്ഥാനങ്ങളുടെ 5 ജില്ലാ ഈ സംസ്ഥാന അധ്യക്ഷന്മാരും അണ്ണാമലയുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ അതിഭീകരമായിട്ട് ആ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകില്ല. പ്രത്യേകിച്ച് അണ്ണാമലൈ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കേരളത്തിനും കൂടെ നമ്മൾ തമാശക്ക് പറയാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം പലയിടത്തും 2 സംസ്ഥാന ദേശീയ അധ്യക്ഷന്മാർ വന്നു കഴിഞ്ഞാൽ നേരത്തെ ധനുഷ് പറഞ്ഞ 2 രാജ്യം വേണമെന്ന് വിളിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നി തുടങ്ങും. അങ്ങനെയല്ല. കാരണം ഇതൊരു സംഘടനയ്ക്ക് എപ്പോഴും വേണ്ടത് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പോയിന്റിൽ നിന്നാണ്. അതായത് നമ്മൾ RSSനെ കുറിച്ച് എപ്പോഴും പറയും ഏകശിലാരൂപമുള്ള ഒരു സംഘടനയാണെന്ന് പറയും. ഒരു ശില പോലെയാണ് അത് പോകുന്നത്, മുകൾ തൊട്ട് താഴെ വരെ. അതേപോലെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുമ്പോട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ, അതിന്റെ ഭരണത്തിന് വേണ്ടിയിട്ടാണ് താഴെ നമ്മൾ വൈസ് പ്രസിഡന്റുമാരെ, BJP സംബന്ധിച്ച് അവർക്ക് ദേശീയ വൈസ് പ്രസിഡന്റുമാർ 9 പേരുണ്ട്. ആ 9 പേരെ ഈ പ്രാന്തി നമ്മുടെ ഈ അബ്ദുള്ള കുട്ടി നമ്മുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പോഴത്തെ BJP-യുടെ. അപ്പൊ അങ്ങനെയുള്ള പ്രാന്ത്യം നമ്മൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ 9 പേരെ, ഇപ്പൊ നമ്മുടെ രേഖാ ഗുപ്ത ദില്ലി മുഖ്യമന്ത്രി ആയ രേഖാ ഗുപ്ത വൈസ് പ്രസിഡന്റ് ആണ്. ഇപ്പം നദ്ദ രാജിവെക്കുന്നതോടെ ഇതെല്ലാം ഡിസ്പോസ് ആയി പോകും. അവര് വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ ആ ഒരു പ്രാന്ത്യം സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അങ്ങനെയാണ് അത് സാധാരണ ചെയ്യുന്നത്. അപ്പം ഇവരിൽ ആര് ചെയ്തു കഴിഞ്ഞാലും മികച്ചത് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ യോഗിയും ഖട്ടാറും വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഒരുപക്ഷെ ശിവരാജ് സിംഗ് ചൗഹാൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അദ്ദേഹം വളരെ മികച്ച ഒരു സംഘാടകൻ തന്നെയാണ്. ഒപ്പം എനിക്ക് തോന്നുന്നു യൂത്തിനും ഈ ദക്ഷിണേന്ത്യക്കും OBC-ക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അണ്ണാമലയ്ക്ക് ചാൻസസ് കൂടുതലാണ്. പിന്നെ BJP ആണ്, നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നമ്മളാരും കേൾക്കാത്ത ഒരു പേരുകാരനായിരിക്കാം ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ അമിത്ഷാ ഒരിക്കലും ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്ന് ഒരു BJP-ക്കാരന് 2014 വരെ കരുതിയിരുന്നില്ല. ഈ അമിത്ഷാ എന്നുള്ള പേര് തന്നെ നമ്മൾ വളരെ വ്യാപകമായി തന്നെ കേൾക്കുന്നത് എപ്പോഴാണ്? നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷമാണ് കേൾക്കുന്നത്. അതിനുശേഷം ഈ അമിത്ഷാ ദേശീയ അധ്യക്ഷ പദവി ഏറ്റെടുത്തതിനു ശേഷം വലിയ വിജയങ്ങളാണ് BJP-ക്ക് പല സംസ്ഥാനങ്ങൾക്ക് നേടാൻ കഴിഞ്ഞത്. ഒരു അടുക്കും ചിട്ടയും അലകും പിടിയും ഉണ്ടാക്കി എടുത്തുകൊണ്ടാണ് അദ്ദേഹം പോയത്. അവിടെയാണ് ഈ അമിത്ഷാ ഭയങ്കര ഹിറ്റായിട്ട് മാറുന്നത്. അതുവരെ നമ്മൾ ആരും ഇങ്ങനെ ഒരു ഉല്ലതായിട്ട് ജനം അറിഞ്ഞിരുന്നില്ല. നരേന്ദ്രമോദി എല്ലാവർക്കും അറിയാമായിരുന്നു, ഇപ്പോൾ അത്രയും ഒരു പോപ്പുലർ അല്ലായിരുന്നു അമിത്ഷാ. അതുപോലെ ഒരുപക്ഷെ എവിടെ നിന്നെങ്കിലും ഒരാൾ കയറി വരാം. ഒരുപക്ഷെ JP നദ്ദ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് സജീവമായിട്ട് ABP-യിലൂടെ വന്നതാണ്.
ഒക്കെ ശരിയായിരുന്നെങ്കിൽ JP നദ്ദ പിന്നീടാണ് JP നദ്ദ ആണ് ദേശീയ. പക്ഷെ എനിക്ക് തോന്നുന്നത് JP നദ്ദയ്ക്ക് അമിത്ഷായുടെ ഒരു നിഴലാകാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒരു കഴിഞ്ഞ ദേശീയ അധ്യക്ഷ സ്ഥാനം വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേനും അമിത്ഷായുമായി താരതമ്യം ചെയ്യുമ്പോൾ JP നദ്ദയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് ആ ഒരു കാലഘട്ടത്തിൽ BJPക്ക് നേട്ടം മാത്രമല്ല തിരിച്ചടികളും നേരിട്ടു സത്യമാണ്. എന്നുള്ളതാണ്. അതെ അതെ. അതൊരു അപ്പൊ അത് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ സ്ട്രോങ് ലീഡർ ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് അധ്യക്ഷനായിരുന്ന അദ്വാനി ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരെ മറന്നുകൊണ്ടല്ല ഈ പറയുന്നത്. ഈ സമീപകാലത്ത് 2014 ശേഷം വന്ന അധ്യക്ഷന്മാരില് ഏറ്റവും തിളക്കമുള്ള അധ്യക്ഷനായിരുന്നു ഈ പറയുന്ന അമിത്ഷാ അമിത്ഷാ. എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനു മുമ്പ് രാജ്നാഥ് സിംഗ് ഇരുന്നിട്ടുണ്ട്. പക്ഷെ രാജ്നാഥ് സിംഗിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് അധ്യക്ഷനാകുമെന്നൊക്കെ. അദ്ദേഹം ഉം ഉം. അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ അനവധി പേർ ഇരുന്നിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ബംഗാരു അമിത്ഷായെ ലഫ്റ്റനന്റ് പോലൊരു ദേശീയ അധ്യക്ഷൻ നമ്മളിപ്പോഴും ദേശീയ അധ്യക്ഷൻ എന്ന് കേൾക്കുമ്പോൾ അമിത്ഷാ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. അതിപ്പോ ഏത് പാർട്ടി ആയിരുന്നാലും ഒരു കാര്യം ആലോചിച്ച് നോക്കണം ബിജുചേട്ടാ. അതായത് ഈ അമിത്ഷാ എന്ന് പറയുന്ന ഒരു അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം അണ്ണാമലയായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയല്ലോ. 2.5 മണിക്കൂറാണ് അമിത്ഷാ ആഭ്യന്തരമന്ത്രിയാണ് നിലവിൽ അണ്ണാമലയ്ക്ക് കൊടുത്തത്. ഒരു ആഭ്യന്തരമന്ത്രി അങ്ങനെ കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് അമിത്ഷാ ആർക്കും മോദിക്ക് പോലും അമിത്ഷാ 2.5 മണിക്കൂർ എന്നല്ല, ഒരു 5 മിനിറ്റ് കൂടിക്കാഴ്ച പോലും മോദി അമിത്ഷാ എല്ലാം ടെലിയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഈ സാഹചര്യത്തിൽ അണ്ണാമലെ അങ്ങോട്ട് അമിത്ഷായോട് നിങ്ങൾ ഈ മാറുന്ന സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയണം. അതായത് ഈ AIADMK ആയിട്ട് നിലവിൽ നമുക്കൊരു സഖ്യം വേണം തമിഴ്നാട്ടിൽ. അപ്പൊ അണ്ണാമലെ പറയുന്നുണ്ട്, ഞാൻ തമിഴ്നാട്ടിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ തമിഴ്നാട്ടിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ടെമ്പററി ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഷിഫ്റ്റ് അല്ല വേണ്ടത്, നമുക്കൊരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ആണ് ഇവിടെ വേണ്ടത്. എങ്കിൽ മാത്രമേ അത് ദീർഘകാലത്തേക്ക് നിലനിൽക്കും. നല്ല പ്ലാനാണ് അണ്ണാമലയുടെ. അത് ദീർഘകാലത്തേക്ക് തമിഴ്നാട്ടിന്റെ മാത്രം കാര്യമാണ് പറയുന്നത്. ഇതെല്ലാം അമിത്ഷാ ഇരുന്ന് ഇങ്ങനെ കേൾക്കുകയാണ്. അമിത്ഷാ ഇങ്ങനെ ഇരുന്ന് കേൾക്കുകയാണ്. അപ്പം എല്ലാവരും പറയുന്നത് എന്താ അറിയോ? അണ്ണാമലൈ പറയുന്നത് കേട്ടില്ലേ? അണ്ണാമലയുടെ ഒരു ദീർഘവീക്ഷണം കണ്ടില്ലേ? അമിത്ഷാ അണ്ണാമലയെ മാറ്റിയത് അമിത്ഷായുടെ എന്നല്ല, കേന്ദ്രത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഒരു തെറ്റായിട്ടുള്ള തീരുമാനമാണെന്ന് ഭാവിയിൽ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇത്രയാണ്, ഈ അണ്ണാമലൈ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തമിഴ്നാടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ അപ്പുറത്തിരിക്കുന്നത് ആരാണ്? അപ്പുറത്തിരിക്കുന്നത് അമിത്ഷായാണ്. അമിത്ഷാ ഇവിടെ BJPയുടെ ദേശീയ അധ്യക്ഷനായിരുന്നപ്പോ അണ്ണാമലൈ മാത്രമെങ്കിൽ ഈ 28 സംസ്ഥാനങ്ങളിൽ ഓടി നടന്ന് ഭരണം പിടിക്കാനായിട്ട് ചുക്കാൻ പിടിച്ച ഒരാളാണ് അപ്പുറത്തിരിക്കുന്നത്. ഒന്നും ഇല്ലാതിരുന്ന പല സംസ്ഥാനങ്ങളിൽ, ത്രിപുരയിൽ അടക്കം അവിടെ ചെന്നിറങ്ങി അവിടെ പുഷ്പം പോലെ ഭരണം കയ്യിൽ പിടിച്ച് കൊടുത്ത ആളാണ് ഇരുന്ന് കേൾക്കുന്നത് അപ്പുറത്ത്. അപ്പൊ ഇവിടെയുള്ള സംഘപരിവാറുകാർ പറയുന്നത് അമിത്ഷാ ചെയ്തത് ശരിയായില്ല, അമിത്ഷാ വളരെ കാമായിട്ടിരുന്ന് കേൾക്കുക. അപ്പൊ എന്റെ മനസ്സിലൂടെ ഓടുന്നത് ഈ അമിത്ഷാ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്ന ആ സമയത്തുള്ള ആ ഒരു എപ്പിക് ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ. മോദി ഭരിക്കുന്നു, അമിത്ഷാ സംസ്ഥാനങ്ങൾ പിടിക്കുന്നു. മോദി ഇവിടെ കേന്ദ്രത്തിൽ ഭരിക്കുന്നു, അമിത്ഷാ സംസ്ഥാനങ്ങൾ പിടിക്കുന്നു. അപ്പോ അങ്ങനെയുള്ള ഒരു അമിത്ഷാ പോലൊരാൾ ഇനി വരിക എന്നുള്ളത് സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ അതിന് വിജയേട്ടൻ പറയാൻ പോകുന്ന മറുപടി ചിലപ്പോ RSSൽ 100 അമിത്ഷാമാരുണ്ടെന്നായിരിക്കാം. പക്ഷെ എങ്കിലും ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇനി വളരെ ടഫായിട്ടുള്ള ടൈമാണല്ലോ നമുക്ക് മുന്നോട്ട് വരുന്നത്. കാരണം ഓരോ സമയത്ത് വികസനങ്ങൾ കൂടി വരികയാണ്, ശത്രുക്കൾ കൂടി വരികയാണ്, പുതിയ വോട്ടർമാർ വരികയാണ്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. പുതിയ തലമുറ വളർന്നു വരികയാണ്. അപ്പൊ അവർക്ക് മുന്നിലേക്ക് നമുക്ക് വരുമ്പോ അമിത്ഷായെ കവച്ചു വയ്ക്കുന്ന ഒരു അധ്യക്ഷൻ വേണ്ടേ? അല്ലെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ മാറിയ നല്ലൊരു കാര്യം ഇപ്പൊ ധനുഷ് പറഞ്ഞത് മികച്ചൊരു ചോദ്യമാണ്. അതായത് എന്റെ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് BJP സംബന്ധിച്ച് ഇനി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവർക്ക് വളരാനൊന്നുമില്ല. അവർ വളരുന്നതിന്റെ മാക്സിമം എത്തി നിൽക്കുന്നു. അപ്പൊ ഇനി അവർക്ക് കൂടുതലായിട്ട് സീറ്റുകളും വോട്ടുകളും നേടേണ്ടത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ഏതാണ്ട് 150 അടുത്ത് സീറ്റുകളുണ്ട് ദക്ഷിണേന്ത്യയിൽ എല്ലാം കൂടി. ഇപ്പൊ ഈ ഡെലിമിറ്റേഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ സീറ്റ് കൊടുക്കും. ഉത്തരേന്ത്യ അവർക്ക് സേഫ് ആയിട്ടുള്ള അവരുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ഏരിയ ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നൊരു അധ്യക്ഷൻ വരികയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു ആച്ച് ഉണ്ടാകും, ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന്. പക്ഷെ ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് ഈ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യയും തമ്മിൽ വേർതിരിച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ ഖാർഗെ വന്നല്ലോ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട്, ദക്ഷിണേന്ത്യയിൽ നിന്നല്ല പുള്ളി വന്നത്. എന്നിട്ട് എന്തെങ്കിലും കോൺഗ്രസിന് മെച്ചമുണ്ടായോ? ഇല്ല. ഇപ്പോഴും രാഹുൽ ഗാന്ധി ചുറ്റിപ്പറ്റിയാണ് കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതിനു മുമ്പ് നമുക്ക് BJPയിൽ ഇരുന്നില്ലേ, ജനകൃഷ്ണമൂർത്തി ഇരുന്നില്ലേ, ബംഗാരു ലക്ഷ്മി ഇരുന്നില്ലേ, വെങ്കയ്യ നായിഡു ഇരുന്നില്ലേ. അപ്പം അതൊക്കെ അങ്ങനെ ഒരു ദക്ഷിണേന്ത്യൻ ഉത്തരേന്ത്യയും അങ്ങനെ മാറിയും തിരിഞ്ഞ് ഇരുന്നുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും തോന്നുന്നില്ല. പക്ഷെ കഴിവുള്ളവർ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രം. ഇപ്പൊ അമിത്ഷാ ഹിന്ദി മാത്രം സംസാരിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം
PG ആണ്, കെമിസ്ട്രിയിലാണ് അദ്ദേഹത്തിന് PG ഉള്ളത്. നന്നായിട്ട് അദ്ദേഹത്തിന് ഇംഗ്ലീഷും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് അറിയാം. പക്ഷെ അദ്ദേഹം ഹിന്ദി ദേശീയ ഭാഷ എന്നുള്ള നിലയിൽ ഹിന്ദി മാത്രമാണ്. അദ്ദേഹത്തിന് ഈ കേരളം അടക്കമുള്ളിടത്ത് നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലേ? അദ്ദേഹത്തിന് അങ്ങനെ വലിയൊരു കോണ്ടാക്റ്റും കാര്യങ്ങളും മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതുപോലെ കഴിവുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ആര് വന്നാലും നല്ലത് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി യൂത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഇന്ത്യയിലെ വോട്ടേഴ്സ് 55% യൂത്ത് ആണ്. പിന്നെ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്നുള്ളത് കാണണ്ട, യൂത്ത് ആണ് ഒന്ന്. പിന്നെ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോവുക. ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴത്തേക്കും BJP ഒരു പിക്ചർ തന്നെ മാറിപ്പോയിട്ടുണ്ട്. കാരണം അവരുടെ പ്രസ് മീറ്റ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. അവരുടെ ഒരു പിക്ചർ തന്നെ ടോട്ടലി മാറിയിട്ടുണ്ട്. ഒരു ഹൈടെക് ആയിട്ട് BJP പതുക്കെ പതുക്കെ മാറുന്നു. അവരുടെ സ്റ്റേറ്റിന്റെ മാത്രമല്ല ഓരോ ഡിസ്ട്രിക്റ്റിന്റെ ആയ തന്നെ ഓരോ വിഷയങ്ങളും അത്തരം രീതിയിലേക്ക് അവർ മാറുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ പവർ പോയിന്റ് പ്രസന്റേഷനുമായിട്ട് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങുകയാണ് എല്ലാ ജില്ലയിലും. അതായത് ഓരോ ദിവസവും ഓരോ ജില്ലയിൽ പാർട്ടി ഭാരവാഹികൾ പവർ പ്രസന്റേഷനിലൂടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങോട്ട് പറയും. ഇത് തന്നെയാണ് അമിത്ഷാ ചെയ്തിരുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ്. അതായത് അല്ലാതെ അവരോട് ചോദിക്കുകയല്ല എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരോട് നമുക്ക് അവിടെ ഒരു യോഗം നടത്താം, ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ അതല്ല. പവർ പ്രസന്റേഷൻ വഴി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത്ര വാർഡുണ്ട്, 10 വാർഡുണ്ട്, അതിൽ 2 വാർഡ് നിങ്ങൾ ജയിക്കാവുന്ന വാർഡാണ് A, അവിടെയാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. Bയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. C അവിടെ വലിയ കോൺസെൻട്രേഷൻ ചെയ്യണ്ട, അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുക. ഇതാണ് പ്ലാൻ വരച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞ കോർപ്പറേറ്റ് കമ്പനികൾ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇത് തന്നെയാണ് അമിത്ഷായും അധ്യക്ഷനായിരുന്നപ്പോൾ ചെയ്തത്. അദ്ദേഹം ഒരു പ്ലാൻ വിദഗ്ധമായി ഉണ്ടാക്കുന്നു, അതിന് അദ്ദേഹം സർവേ കാര്യങ്ങൾ നടത്തി, അതിൽ നിന്ന് ഒരു അഭിപ്രായ സ്വരൂപണം നടത്തി, അദ്ദേഹം വിവിധ സോഴ്സുകൾ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് പോലുമുള്ള സോഴ്സുകൾ അദ്ദേഹം അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ആര് നിന്നാൽ ജയിക്കാൻ കഴിയും, ഇല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ ഇഷ്യൂ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് സംസ്ഥാന അധ്യക്ഷന് വിളിച്ചു കൊടുക്കും. ഇതാണ് പ്ലാൻ, ജനുവരി മാസത്തിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഡിസംബർ, അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ ഒരു ചാർട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിപ്പോ രാജീവ് ചന്ദ്രശേഖരൻ അതാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് വാർത്തകൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഒരു വാർത്തകൾക്ക് ഇനി അധികം ആയുസൊന്നും ഉണ്ടായില്ല. ഏറിപ്പോയാൽ ഒരു 10 ദിവസത്തിനകം പ്രഖ്യാപനം ഉണ്ടാകും. ഇനി 3 സ്റ്റേറ്റ്, കർണാടക ഉൾപ്പെടെ 3 സ്റ്റേറ്റിൽ കൂടെ അവർക്ക് സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിച്ചു കഴിഞ്ഞ് വരും എന്നുള്ളതാണ്. ഏതായാലും വരുന്നവരെ എന്തായാലും നല്ലതായിരിക്കും. കാരണം ഒരു BJP കണക്ക് ഇത്രയും 13 ലക്ഷം അംഗങ്ങളാണ് ആ പാർട്ടിക്ക് ഉള്ളത്. അപ്പൊ അത്ര അംഗങ്ങളെ 13 ലക്ഷം അല്ല 13 കോടി അംഗങ്ങൾ എന്നാണ് പറയുന്നത്. ഈ 13 കോടി അംഗങ്ങളുള്ള ഒരു പാർട്ടിയെ നയിക്കണമെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാള് വരണം. അത് ഇപ്പൊ അതെ, നരേന്ദ്രമോദി നേരിട്ടാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ അത്രയ്ക്കും സ്പെഷ്യൽ ആയിട്ടുള്ള അധ്യക്ഷൻ തന്നെ വരും, ശക്തനായിട്ടുള്ള ഒരു അധ്യക്ഷൻ തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.